ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ അപകടകരമായ ഒരു ഉണ്ടാകുന്നുണ്ടോ? അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരി, അൻവറിന്റെ കാര്യം പരിശോധിക്കട്ടെ. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു പരിശോധിക്കാമെന്ന്. അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച നിലപാടുകളൊക്കെ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി RSS എന്ന് വിളിച്ചു. 5 നേരം നിസ്കരിക്കുന്നതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. ഒരു മതധ്രുവീകരണത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുന്നത് സമൂഹത്തിന് ഗുണകരമല്ല. രാഷ്ട്രീയമായിട്ട് സംസാരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ജമാഅത്തെ ഇസ്ലാമി കാണിച്ചു തരുന്ന വഴിയിലാണോ അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മാറിയെന്ന് CPM ആക്ഷേപിക്കുന്നു? അഭിലാഷ്, ഞാൻ അത് വിശദീകരിക്കും. ഈ ചർച്ചയിൽ എനിക്കെന്ത് കാര്യം? രണ്ടാൾ ഇപ്പോ ഈ വസീഫിന്റെ പാർട്ടിയുടെ കൂടെയുള്ള ഒരു മുന്നണി CPI-ക്കാരെ ഈ ചർച്ചയ്ക്ക് അങ്ങ് വിളിച്ചേക്കാം എന്ന് വെച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? അവര് വരുവോ? അവരുടെ നിലപാട് കൃത്യമാണ് ഈ വിഷയത്തില്. ADGP അജിത് കുമാറിനെ RSS-നെ ഊഴം കാത്ത് പോയി കണ്ട പോലീസ് ഓഫീസറെ വെച്ചിട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ ഇടതുപക്ഷമല്ല എന്ന് CPI പറഞ്ഞു. അവർ വിളിച്ചാൽ വരാത്തതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഇനി ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഫലസ്തീൻ വിഷയമൊക്കെ പറയുന്ന, ഫലസ്തീനിലൊക്കെ ഞങ്ങൾക്ക് നിലപാടുണ്ട്, മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടില്ല. അഭിലാഷ് അടക്കം പറഞ്ഞു VS അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന വസ്തുത അഭിലാഷിന് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ ലവ് ജിഹാദ് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം ഞാൻ വിശദീകരിക്കാം അഭിലാഷെ. 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കോടഞ്ചേരിയിൽ വസീഫിന്റെ ഒരു സഖാവ്, ഒരു DYFI പ്രവർത്തകൻ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. രണ്ടുപേരും വ്യത്യസ്ത സമുദായത്തിൽ ജനിച്ചവരാണ്. അവിടെ വലിയൊരു പ്രശ്നമുണ്ട്, ഒരു വലിയ പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ CPM-ന്റെ നേതാവായിരുന്ന മുൻ MLA ആയിരുന്ന ജോർജ് തോമസ് ആയിരിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തന്നിട്ടുള്ള കൈപ്പുസ്തകത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട് എന്ന്. ആ വാക്ക് കേരളത്തിൽ ഉപയോഗിച്ച CPM നേതാവ് ജോർജ് തോമസ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വസീഫിന്റെ ജില്ലയായ കോഴിക്കോട്ട് ഇപ്പൊ CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. എളമരം കരീം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? കുറ്റ്യാടിയിൽ നിന്ന്, നാദാപുരത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പോവാണ്. തീവ്രവാദ സംഘടനകളുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് ആ കുട്ടികളെ അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞതിന് അതാ ഈ പാർട്ടി. തിരുത്തിയിട്ടുണ്ടോ? ശബരിമല വിഷയത്തിൽ കേരളത്തിലുടനീളം നിങ്ങൾ തിരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് പറയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ. പിന്നെ BJP ദുരുപയോഗം ചെയ്തു എന്നാണോ? BJPക്ക് ദുരുപയോഗം ചെയ്യാൻ പിണറായി വിജയന്റെ വലതു ഭാഗത്തിരിക്കുന്ന PR ഓഫീസർമാരാണ് വസീഫ്. ഞങ്ങൾ കൊടുത്തതല്ല. BJPക്ക് കൊടുത്തത് പിണറായി വിജയൻ ചെല്ലുംചെലവും കൊടുത്തു പോറ്റുന്ന കേസൻ എന്ന് പറയുന്ന PR ഏജൻസിയാണ്. മനസ്സിലാക്കിക്കോ, ഞങ്ങളല്ല. എഴുതി കൊടുത്തത് പിണറായി വിജയൻ ചെല്ലുംചെലവും PR ഏജൻസിയാണ്. മനസ്സിലാക്കിക്കോ. BJP എടുത്ത് കളിക്കുന്നത് നിങ്ങളുടെ കാർഡാണ്, ഞങ്ങൾ കൊടുത്ത കാർഡല്ല. എന്നുള്ള പേടിയിലാണ് ഈ BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുന്നിൽ വെളിവായതിന്റെ ഞാൻ താങ്കൾക്ക് അവസരം തരാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചാലേ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. രാഷ്ട്രീയ സംവാദം അതിന്റേതായ മെറിറ്റിൽ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ സംവാദം അതിന്റേതായ അർത്ഥതലങ്ങളിൽ നടക്കട്ടെ. നിങ്ങൾ പരസ്പരം സംസാരിക്കല്ലേ? ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോഴേക്കും വസീഫ് എന്തിനാ അങ്ങനെ പ്രകോപിതനാവുന്നത്? എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും, വസീഫിന്റെ അവസരത്തിൽ നിങ്ങൾ ഈ വെറുതെ ഇരുന്നിട്ട് നുണ പറയരുത്. വെറുതെ പറഞ്ഞിട്ട് താങ്കൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചല്ലോ BJP ഉപയോഗിക്കുകയാണ്. BJP ഉപയോഗിക്കാൻ ഈ വാറോല എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ വലതുഭാഗത്തിലുള്ള PR ഏജൻസിയാണ്. PR ഏജൻസി പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്നവരാണ്. ഇപ്പൊ BJP നേതാവ് പറഞ്ഞില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത കാർഡാണ്. ഇവർക്ക് ആയുധങ്ങൾ കൊടുത്തതും നിങ്ങളാണ്. ശരി, നമുക്ക് ഈ തർക്കം ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. ഷിബു മീര കംപ്ലീറ്റ് ചെയ്യൂ.
ഓക്കെ, ശ്രീ രാജു പി നായർ, ഞാൻ പറഞ്ഞത് ഇത്രയുമാണ് അഭിലാഷ്. അത് കൺക്ലൂഡ് ചെയ്യും, അത് കൺക്ലൂഡ് ചെയ്തോളൂ. ഈ വിഷയം വർഗീയമായി ധ്രുവീകരണത്തിന്, രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ദുരുപയോഗം ചെയ്യാൻ BJP കാത്തു നിൽക്കുമ്പോൾ പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്ന PR ഏജൻസി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നു. ആ PR ഏജൻസിയുടെ പേര് പോലും ഇവിടെ വസീഫും മിണ്ടൂല, പിണറായി വിജയനും മിണ്ടൂല. ഈ PR ഏജൻസി എവിടുന്നാ വന്നത്? പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന PR ഏജൻസി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമാണെന്ന്. ഇത് വളരെ അപകടകരമായ അജണ്ടയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഫലസ്തീൻ കാർഡ് കുറെ കളിച്ചു, അത് ചെലവാവില്ല എന്ന് കണ്ടപ്പോ ആ കാർഡ് താഴെ വെച്ചിട്ട് വേറൊരു കാർഡ് എടുത്ത് കളിക്കാൻ ഇവര്. അത് മലപ്പുറത്തിന്റെ നെഞ്ചത്തേക്ക് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ രാജു പി നായർ, മലപ്പുറത്തിന്റെ നെഞ്ചത്ത് കയറുന്ന പ്രശ്നമുണ്ടോ? മലപ്പുറം അഭിലാഷ് ഒറ്റ കാര്യം, മലപ്പുറം ആരുടെ ഇവർക്ക് കുത്തക എഴുതി കൊടുത്തത്? ഇവരാരാ മലപ്പുറത്തിന്റെ? അല്ല, മലപ്പുറം എന്ന് പറയുന്നത് അവിടുത്തെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, മുഴുവൻ സമൂഹവും ആണല്ലോ. മലപ്പുറത്ത് ശരിയല്ല, ആർക്കും എവിടെയും ആരുടെയും കുത്തകയില്ല. നമ്മൾ വെറുതെ അത്തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകണ്ട. പരിധിയില്ലല്ലോ. മലപ്പുറത്തെയും മലപ്പുറത്തെ മതസ്ഥാപനങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് ലീഗാണ്. എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ശരിയല്ല, ഇനി പരസ്പര തർക്കത്തിലേക്ക് പോകണ്ട, അത് അവസാനിപ്പിക്കാം. ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് അങ്ങനെ പരസ്പര തർക്കത്തിലേക്ക് പോകണ്ട, അത് അവസാനിപ്പിക്കാം. കടന്നു വരാനുള്ള വിളിച്ചു പറയാ. നിങ്ങൾക്കാരായി മലപ്പുറത്തിന്റെ അവകാശം വരും. നിങ്ങളുടെ കുത്തകയൊന്നല്ല മലപ്പുറം. അല്ല, അങ്ങനെ തർക്കിച്ചു പോകണ്ട രണ്ടുപേരും. ഞാൻ പറയുന്നത് താങ്കളിലേക്ക് വരാം. നമുക്ക് വിഷയങ്ങൾ രാഷ്ട്രീയമായി കണ്ടാൽ മതിയല്ലോ, വ്യക്തിപരമാവണ്ട. നിങ്ങൾ തമ്മിൽ പരസ്പരം തർക്കിക്കണ്ട. വിഷയങ്ങളിലേക്ക് വരാം. അറിയോ? മതി, രണ്ടുപേരും കേൾക്കും. ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ തമ്മിലുള്ള പരസ്പര തർക്കത്തിന്റെ വേദിയാക്കണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കും. നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യണ്ടേ? നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യണ്ടേ? വെറുതെ ലീഗ് CPM അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കലാവണ്ട. ശരി. ശബരിമലയുടെ 18-ാം പടിക്ക് പറയുന്നത് നൂറ്റാണ്ടുകളൊരു തടസ്സവും കൂടെ തൃശ്ശൂർ പൂരം കലങ്ങിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. നിങ്ങൾ പരസ്പരം വാദപ്രതിവാദങ്ങളിലേക്ക് പോകണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി.